നമ്മളെ മാങ്ങയിട്ട് അയില കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ ടൊമാറ്റോ, മാങ്ങ, അതുപോലെ കൊച്ചുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, പിന്നെ ശകലം വലിയ സവോളയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനായിട്ട് നമ്മളൊരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചു. ഇനി അതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരട്ടെ. വെള്ളം വറ്റി ചട്ടി നന്നായിട്ട് ചൂടായി. ഇനി അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു. കുറച്ച് കടുകല്ല, ഉലുവ ഇട്ട് കൊടുത്തു. ആ ഉലുവ ഒന്ന് പൊട്ടി വന്നു. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇഞ്ചി നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. അതിലേക്ക് നമ്മൾ കൊച്ചുള്ളി ഇട്ട് കൊടുത്തു. വീണ്ടും ബാക്കിയുള്ള കൊച്ചുള്ളിയും സവോള അരിഞ്ഞതും എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഏകദേശം നന്നായിട്ട് അത് പാകമായി. ഇനി അതിലേക്ക് നമ്മൾ വീണ്ടും കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടു. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. ഇതാ എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ മീനിന് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർക്കണം. പിന്നെ നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്. ഇനി നമ്മൾ ഒരു 1/2 കിലോയ്ക്ക് താഴെ ആ മീനുള്ളൂ. അതുകൊണ്ട് നമ്മളൊരു 3.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. കാശ്മീരി അല്ല, സാദാ മുളക് പൊടി. അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ അവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളികേരം ഇവിടെ അടിച്ച് വെച്ചിട്ടുണ്ട് മിക്സിയിൽ. അതിലേക്ക് നമ്മൾ വാട്ടിയെടുത്ത ടൊമാറ്റോ കൂടെ ഇട്ട് നമ്മളത് ഒന്നുകൂടെ അടിച്ചെടുക്കും. അത് അടിച്ചുകൊണ്ട് വന്നതാണ് ഈ ഒഴിക്കുന്നത്. അതായത് നാളികേരവും തക്കാളി വഴറ്റിയതും കൂടെ. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തു. നമ്മൾ ആ മീനിന് ആവശ്യമായിട്ടുള്ള മാങ്ങയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, നാടൻ മാങ്ങ. ഒന്ന് മൂടി വയ്ക്കാം, നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഗ്രേവി. ഏകദേശം തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ആ മീനിട്ട് കൊടുക്കാം. ഇനി അയല എല്ലാം ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കാം എല്ലാം കൂടെ. ഈ സമയത്ത് മാങ്ങയുടെ സീസണാണല്ലോ, അപ്പം മാങ്ങയും അയിലയും കൂടെ വയ്ക്കുന്നത് നല്ല ടേസ്റ്റാണ്. നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഒന്ന് മൂടി തുറന്ന് നോക്കാം. കറി നല്ല സെറ്റായിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല മാങ്ങയുടെയും അയിലയുടെയും ഒക്കെ കൂടെ ഒരു കൂടിച്ചേർന്നിട്ടുള്ള ഒരു നല്ലൊരു മണം. ഇത് നല്ല ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. അപ്പം എല്ലാവരും ഒന്ന്
ചെയ്ത് നോക്കണേ ഇത്. താങ്ക് യു.